ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. പിന്നാലെ മെറ്റ മാപ്പ് പറയുന്നു. ഇത് ഞങ്ങളുടെ പിഴവാണ്, ഒരു സാധാരണ ടെക്നിക്കൽ ഗ്ലിച്ചായിരുന്നു. അതോ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന സംഭവമാണോ? ഫേസ്ബുക്കിന്റെ മാതൃകാ കമ്പനിയായ മെറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ അബദ്ധത്തിൽ നീക്കം ചെയ്തുവെന്നും പിന്നീട് അത് പുനഃസ്ഥാപിച്ചുവെന്നും ഔദ്യോഗികമായി സമ്മതിച്ചു. കമ്പനിയുടെ വിശദീകരണം അനുസരിച്ച് ഇത് മനഃപൂർവ്വമായ നടപടിയല്ല, മറിച്ച് ഒരു ഓപ്പറേഷണൽ എറർ അല്ലെങ്കിൽ സാങ്കേതിക പിഴവായിരുന്നു. സംഭവം വിവാദമായതോടെ കേന്ദ്ര സർക്കാർ മെറ്റയുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുകയും തുടർന്ന് കമ്പനി മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഉയർന്ന ആദ്യ ചോദ്യം ഇതാണ്: ഒരു സാധാരണ ഉപയോക്താവിന്റെ പോസ്റ്റ് തെറ്റായി നീക്കം ചെയ്താൽ അത് ഇത്ര വേഗത്തിൽ തിരികെ വരാറുണ്ടോ? പലർക്കും ദിവസങ്ങളോളം അപ്പീൽ നൽകിയിട്ട് മറുപടി കിട്ടാറില്ല. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെത്തുകയും കമ്പനി പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. സംഭവം നടന്നത് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെയും യുവാക്കളെയും അഭിസംബോധന ചെയ്ത് പങ്കുവച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. വീഡിയോ ചില സമയത്തേക്ക് ലഭ്യമല്ലാതായി. തുടർന്ന് കേന്ദ്ര സർക്കാർ മെറ്റയെ സമീപിച്ചു. അതിനുശേഷമാണ് കമ്പനി റിമൂവ്ഡ് ഇൻ എറർ എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇവിടെ രണ്ട് വാദങ്ങളുണ്ട്. ഒന്നാമത്തേത്, മെറ്റ പറയുന്നത് കോടിക്കണക്കിന് പോസ്റ്റുകൾ ദിവസേന കൈകാര്യം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിൽ സാങ്കേതിക പിഴവുകൾ സംഭവിക്കാം. ഈ സംഭവത്തിലും അതാണ് ഉണ്ടായതെന്നും മനഃപൂർവ്വമായ സെൻസർഷിപ്പ് ഒന്നുമല്ലെന്നും അവർ പറയുന്നു. രണ്ടാമത്തെ വാദം വിമർശകരുടേത്. സാങ്കേതിക പിഴവാണെങ്കിൽ എന്തുകൊണ്ട് അത് ഇത്ര വലിയ രാഷ്ട്രീയ വിഷയമായി മാറി? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടത്? ഒരു സാധാരണ ഉപയോക്താവിനും ഇതേ വേഗത്തിൽ നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഇതോടെ മറ്റൊരു വലിയ ചർച്ചയും വീണ്ടും സജീവമായി. സോഷ്യൽ മീഡിയ കമ്പനികൾ യഥാർത്ഥത്തിൽ എത്രത്തോളം നിഷ്പക്ഷരാണ്? ഒരു വശത്ത് സർക്കാർ പലപ്പോഴും പ്ലാറ്റ്ഫോമുകൾക്ക് നിയമപരമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. മറുവശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം നീക്കം ചെയ്യപ്പെടുന്നുവെന്ന വിമർശനങ്ങളും വർഷങ്ങളായി ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മെറ്റയുടെ ഈ പിഴവ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഈ സംഭവത്തെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നവരുണ്ട്. ചിലർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വീഡിയോ പോലും തെറ്റായി നീക്കം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉള്ളടക്ക നിയന്ത്രണ സംവിധാനത്തിൽ വലിയ പോരായ്മകളുണ്ടെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ചിനേക്കാൾ വലിയ കാര്യമാക്കി രാഷ്ട്രീയ വിവാദമാക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മെറ്റ മാപ്പ് പറഞ്ഞത് വീഡിയോ പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ്. അതായത് കമ്പനി തന്റെ ഭാഗത്തു നിന്ന് പിഴവ് സമ്മതിച്ചു. എന്നാൽ ഈ പിഴവ് എങ്ങനെയാണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കൂടുതൽ വിശദമായ സാങ്കേതിക വിശദീകരണം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ആദ്യമായല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കേന്ദ്ര സർക്കാരും തമ്മിൽ ഉള്ളടക്കം നീക്കം ചെയ്യൽ, അക്കൗണ്ട് നിയന്ത്രണം, നിയമപരമായ നിർദ്ദേശങ്ങൾ എന്നിവയെ ചൊല്ലി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ആ വലിയ ചർച്ചയുടെ ഭാഗമായാണ് പലരും കാണുന്നത്. അതേസമയം ഒരു കാര്യം വ്യക്തമാണ്: മെറ്റയുടെ ഔദ്യോഗിക നിലപാട് പ്രകാരം ഇത് മനഃപൂർവ്വമായ സെൻസർഷിപ്പ് അല്ല, കമ്പനിയുടെ പിഴവാണ്. അതിനാൽ ഇതിനെക്കുറിച്ച് അന്തിമ നിഗമനങ്ങൾ എത്തുന്നതിന് മുമ്പ് ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളെയും തുടർ വിവരങ്ങളെയും കൂടി പരിഗണിക്കേണ്ടതുണ്ട്.